കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ മുഖപത്രത്തിൽ ലേഖനമെഴുതിയതിനെ കെഎസ്ആർടിസി ജീവനക്കാരനെതിരെ അച്ചടക്ക നടപടി. സർക്കാർ വിരുദ്ധ നടപടിയെന്ന് ചൂണ്ടിക്കാട്ടി കെഎസ്ആർടിസി ചീഫ് ഓഫീസിലെ എസ്റ്റേറ്റ് വിഭാഗം അസിസ്റ്റന്റ് ശിവകുമാറിനെതിരെയാണ് നടപടി. ഇയാളെ തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് സ്ഥലം മാറ്റി. അച്ചടക്ക നടപടിയുടെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. സംഭവത്തിൽ TDF യൂണിയൻ ചീഫ് ഓഫീസിൽ പ്രതിഷേധിച്ചു. മാനേജ്മെന്റിനെതിരായി, മന്ത്രിക്കെതിരായി എന്തെല്ലാം കാര്യങ്ങളാണ് അവരുടെ മുഖമാസികയിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അന്നൊന്നും എടുക്കാത്ത നടപടി ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം ഇങ്ങനെ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി സ്വീകരിച്ചിരിക്കുകയാണ്. ഞങ്ങളിതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സമരം പൊടുന്നനെ ഉണ്ടായ ഒരു സമരമാണ്. ഞങ്ങൾ വാസ്തവത്തിൽ ഒരു സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല സംസ്ഥാന ഭാരവാഹികൾ, തിരുവനന്തപുരം ജില്ലയിലെ സംസ്ഥാന ഭാരവാഹികൾ, പുറത്തുള്ള ആരുമില്ല, ഇവിടെ വന്ന് CMDയെ കണ്ട് സംസാരിച്ചു. പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് അദ്ദേഹം കൊടുത്ത നിർദ്ദേശം സ്ഥലം മാറ്റുന്നതിനാണ്. ഈ സ്ഥലം മാറ്റ ഉത്തരവ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെ മന്ത്രിയുടെ ധിക്കാരവും ധാർഷ്ട്യവും ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ വിലപ്പോവില്ല. അത് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ ഇതിനെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. വിവരങ്ങളുമായി RV സനൂപ് ചേരുന്നുണ്ട്. സനൂപ്, എന്തായിരുന്നു ലേഖനത്തിൽ എഴുതിയിരുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അച്ചടക്ക നടപടി സ്വീകരിച്ചത്? സനൂപ്, എന്തായിരുന്നു ലേഖനത്തിൽ ഉണ്ടായിരുന്നത്? ഈ മാസം TDFന്റെ യൂണിയൻ മാസികയായിട്ടുള്ള വീക്ഷണം, ട്രാൻസ്പോർട്ട് വീക്ഷണം, അതിലാണ് ഒരു ലേഖനം ഇദ്ദേഹം എഴുതിയിരുന്നത്. KSRTC പ്രതിസന്ധികളിൽ നിന്ന് പ്രത്യാശയിലേക്ക് ഒരു പുനർചിന്തനം. ഈ ലേഖനം പക്ഷേ സർക്കാർ വിരുദ്ധ, അതേപോലെ മാനേജ്മെന്റ് വിരുദ്ധ നടപടി എന്നാണ് KSRTC മാനേജ്മെന്റ് ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത്. ഇതിലാണ് KSRTC ജീവനക്കാരനെതിരെ ഇപ്പോൾ അച്ചടക്ക നടപടി എടുത്തിട്ടുള്ളത്. KSRTC ചീഫ് ഓഫീസിലെ എസ്റ്റേറ്റ് വിഭാഗം അസിസ്റ്റന്റ് ശിവകുമാർ എസിനെയാണ് സ്ഥലം മാറ്റിയത്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കാണ് സ്ഥലം മാറ്റം. ഈ പ്രതിപക്ഷ യൂണിയനായിട്ടുള്ള TDFന്റെ തിരുവനന്തപുരം നോർത്ത് ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഈ ലേഖനം എഴുതിയ ശിവകുമാർ എസ്. ഇപ്പോ ഈ കടുത്ത പ്രതിഷേധവുമായിട്ട് TDF യൂണിയൻ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട്. TDF യൂണിയന്റെ പ്രധാന നേതാക്കളും അതേപോലെ TDFന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള M. വിൻസെന്റ് MLAയും ഇപ്പോ KSRTC ചീഫ് ഓഫീസിന് മുന്നിൽ നിരാഹാര സമരത്തിലാണ്. ഈ നടപടി പിൻവലിക്കുമെന്നാണ് ഈ നേതാക്കൾ ആവശ്യപ്പെടുന്നത്. കാരണം ഒരു യൂണിയൻ നേതാവാണ്. ആ യൂണിയൻ നേതാവ് അവരുടെ തന്നെ യൂണിയൻ മാസികയിൽ എഴുതിയ ഒരു ലേഖനമാണ് ഇപ്പോൾ സർക്കാർ വിരുദ്ധവും അതേപോലെ മാനേജ്മെന്റ് വിരുദ്ധവും എന്ന നിലപാടും സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. KSRTC മാനേജ്മെന്റിൽ ഗുണ്ടാരാജാണോ എന്നാണ് ഇപ്പോൾ TDF ചോദിക്കുന്നത്. ശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുമ്പോട്ട് പോകുമെന്നാണ് TDF യൂണിയൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നിരാഹാര സമരം തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. എപ്പോഴാണോ നടപടി പിൻവലിക്കുന്നത് ആ സമയത്ത് മാത്രമേ ഈ സമരം അവസാനിപ്പിക്കൂ എന്നാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്.